കേരളത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നിഷ്പക്ഷമായിട്ട് വിലയിരുത്തിയാൽ പലരും പറയുന്ന ഇപ്പോൾ UDF തരംഗമെന്ന് ഒരു കുന്തവും ഇല്ല. UDFിൻ്റെ തരംഗമൊന്നുമില്ല. യഥാർത്ഥ തരംഗം എന്താണെന്ന് ചോദിച്ചാൽ പിണറായി വിരുദ്ധ തരംഗമാണ്. പിണറായിയെ തകർക്കണം. പിണറായി ഭരണത്തിനുള്ള വൈരാഗ്യം, ആ വൈരാഗ്യം തീർക്കാൻ ജനങ്ങൾ നോക്കിയപ്പം BJPക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല. BJP പകരമാവുന്നില്ല. പകരം വരാൻ പറ്റുന്നത് കോൺഗ്രസ്സിനാണ്. അതുകൊണ്ട് ജനം അടച്ച് കോൺഗ്രസ് വോട്ട് ചെയ്തു. ഞാൻ ഒരു ഉദാഹരണം, തെടനാട് പഞ്ചായത്ത് ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് 2000 വോട്ട്, എല്ലാ പാർട്ടികളും 2000 വോട്ട് ലീഡ് ചെയ്ത സ്ഥലമാണ്. അവിടെ ഇപ്പോൾ 2000 വോട്ട് UDF ലീഡാണ്. അപ്പോൾ ഞാൻ നമ്മൾ ഇന്ന് വിളിച്ചു, അതിനിടെ അങ്ങനെ പറ്റി. അത് ആശാൻ വോട്ട് ചെയ്താൽ ആശാൻ ജയിച്ചു എന്നല്ലാതെ വേറെ ഗുണമുണ്ടാവില്ല. ഇവന്മാരെ കൊല്ലണമെങ്കിൽ കോൺഗ്രസ് വരണം, അതുകൊണ്ട് ചെയ്തതാന്ന് മതിയോ? അതായത് പിണറായി വിരുദ്ധ തരംഗം ആഞ്ഞു വീശിയിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് ഫലം അതുതന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ അക്കൗണ്ട് തുറക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അക്കൗണ്ട് തുറന്നു. അതായത് 2 സീറ്റ് ഇപ്പം കിട്ടുക, ചാത്തന്നൂർ കിട്ടി, 2 എണ്ണമായി മതി, അക്കൗണ്ട് തുറന്നല്ലോ. പൂഞ്ഞാറ് നമ്മൾ കഴിഞ്ഞ തവണ 19,000 BJP കിട്ടി, ഇത്തവണ 38,000 ആയി. അപ്പം നേരെ ഇരട്ടിയായിട്ട് വോട്ട് നേരെ ഇരട്ടിയാക്കാൻ വർദ്ധിപ്പിക്കാൻ പൂഞ്ഞാറ്റിലും കഴിഞ്ഞിട്ടുണ്ട്. പാലായിൽ 35,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ എല്ലാ കേരളത്തിലെ ആകമാനം എടുത്ത് പരിശോധിക്കുമ്പോഴും BJPയുടെ വോട്ട് ശതമാനം 100% വർദ്ധിച്ചിരിക്കുക. അതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേട്ടം. ഭാവിയിൽ കേരളത്തിൽ BJPയുടെ ശക്തി തെളിയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. നല്ല നിലയിൽ, വളരെ നല്ല നിലയിൽ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ജയിച്ചിരിക്കുന്നു, രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ വലിയ സംഭവമാണ്. സത്യത്തിൽ ഒരു 5-ന് മുകളിൽ കിട്ടും 100% ഞങ്ങൾ വിശ്വസിച്ചതാണ് കേട്ടോ. സത്യം പറയാമല്ലോ, 5-ന് മുകളിൽ ഞങ്ങൾ കൂട്ടിയതാണ്. പക്ഷേ ഇപ്പോൾ ഈ തരംഗത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതാണ്. സാരമില്ല, ഞാൻ പറഞ്ഞ തടനാടിയ ഉദാഹരണം പറഞ്ഞതാണ്. സാരമില്ല, അടുത്ത 29-ൽ ഞങ്ങൾ തിരിച്ചു വരും. അന്ന് ഈ കോൺഗ്രസ് തരംഗം ഒക്കെ തീരും. കോൺഗ്രസ് തരംഗം എന്നൊക്കെ പറയുന്നത് അല്ലെന്നും പിണറായി വിരുദ്ധ തരംഗമാണെന്ന് തെളിയും. പിണറായി എന്ത് ധർമ്മടത്തൊന്ന് ആലോചിച്ച്, പിണറായി ഞെരുങ്ങിയാണ് ജയിച്ചിരിക്കുന്നത്, തോറ്റെന്ന് ഓർത്താ. അപ്പോൾ പിണറായി വിരുദ്ധ തരംഗം എന്ന് 50,000 വോട്ടിന് ജയിച്ച പിണറായിയാണ് ഞെരുങ്ങി ജയിച്ചത്. അപ്പോൾ പിണറായി വിരുദ്ധ തരംഗം വളരെ വലുതാണ്. ഇനിയെങ്കിലും അദ്ദേഹത്തിനെതിരായിട്ടുള്ള ജനവികാരം ഇത്ര വലുതാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ രാഷ്ട്രീയത്തിൽ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം.